നമസ്കാരം. വില്ലേജ് ന്യൂസ് TV പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തത്തിലെ ഇരകൾക്കായി 300 വീടുകൾ ഫെബ്രുവരിയിൽ കൈമാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ടൗൺഷിപ്പിൽ 410 വീടും അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം അയത്തിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ വീണ്ടും ഇന്നലെ അപകടം. റീഇൻഫോഴ്സ്ഡ് എർത്ത് വോൾ പാനൽ ഇന്നലെ സർവീസ് റോഡിലേക്ക് ഇളകി വീണു. കാറിൽ പോകുകയായിരുന്ന കുടുംബം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. പോലീസിനെ ആക്രമിച്ച് സ്ഥിരമായി രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന മയക്കുമരുന്ന് കടത്തു സംഘത്തെ തിരുവനന്തപുരത്ത് കണിയാപുരത്തെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായവരിൽ ഡോക്ടറും BDS വിദ്യാർത്ഥിയുമായി 2 പെൺകുട്ടികളുമുണ്ട്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്നതിനിടെ 2 പേർ മരിച്ചതിനെ തുടർന്ന് നടന്ന പരിശോധനയിൽ അണുബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഗുരുതരാവസ്ഥയിലെത്തിയ മൂന്നാമൻ രാജേഷ് കുമാറിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടതായി ആശുപത്രി കേന്ദ്രങ്ങൾ അറിയിച്ചു. LDFന് വോട്ട് ചെയ്യുന്നതിന് 50 ലക്ഷം രൂപയായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നതെന്ന് മുസ്ലിം ലീഗ് സ്വതന്ത്രൻ EU ജാഫറിന്റേതായി പുറത്തുവന്ന ശബ്ദരേഖയിൽ അന്വേഷണം തുടങ്ങി. തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് തളി ഡിവിഷനിൽ നിന്നാണ് ഇയാൾ ജയിച്ചത്. 15 വർഷമായി LDF ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ് തളി. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ അഭിപ്രായപ്പെട്ടു. 149ാമത് മന്നം ജയന്തിയുടെ ഭാഗമായുള്ള അഖില കേരള നായർ പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുകുമാരൻ നായർ. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 81-2251-616829. മറ്റൊരു നമ്പർ 9074746363. കേരള സർവകലാശാലയിൽ കസേരകളി തുടരുന്നു. രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന R. രശ്മിയെ നീക്കി പകരം ഡോക്ടർ സാം സോളമന് ചുമതല നൽകാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പായില്ല. സംവരണം മറികടന്ന് കേരള സർവകലാശാലയിൽ 56 അധ്യാപക നിയമനം നടന്നതിൽ ഉൾപ്പെട്ട ആളാണ് സിൻഡിക്കേറ്റ് നിർദ്ദേശിച്ച ഡോക്ടർ സാം സോളമൻ. മെഡിസെപ്പ് പ്രീമിയം വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇന്നലെ തിരുവനന്തപുരത്ത് വികാസ് ഭവൻ ട്രഷറി ധർണ നടത്തി. ഈ പുതുവത്സരാഘോഷത്തിനായി ബവ്കോ 125.64 കോടി രൂപയുടെ മദ്യം വിറ്റു. കഴിഞ്ഞ പുതുവർഷ കച്ചവടത്തേക്കാൾ 16.93 കോടി രൂപയുടെ അധിക വിൽപ്പന നടന്നുവെന്ന് കണക്കുകൾ. പുതുവർഷാഘോഷങ്ങളിൽ തിരുവനന്തപുരത്ത് മാത്രം അപകടങ്ങളിൽ 5 ചെറുപ്പക്കാർ മരിച്ചു. ആഘോഷം കഴിഞ്ഞ് പുലർച്ചെ വണ്ടി ഓടിച്ചവരിൽ 4 പേർ മരണപ്പെട്ടു. ക്രിക്കറ്റ് പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന വാർത്ത. ഈ വർഷം 2026 3 ലോകകപ്പുകളും ഒട്ടേറെ ഏകദിന T20 പരമ്പരകളും ഉണ്ടാകുമെന്ന് വ്യക്തമായി. രാജ്യം എല്ലാവർക്കും ഉള്ളതാണെന്ന ചിന്ത വേണമെന്ന് RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞു. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഹിന്ദു സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാഗവത്. പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.